അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പില്ലോ കവർ, ഒരു 16x16 ഒരു കുഷ്യൻ കവറാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കളർ യാണും പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു വൈറ്റ് യാണും യൂസ് ചെയ്യുന്നുണ്ട്. 3.5 mm ക്രോഷ്യ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. യാൺസ് ആക്രിലിക് യാണ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സ്ക്വയർ സ്ഥിരം ചെയ്യുന്ന അതേ പാറ്റേണിൽ സ്ക്വയർ ചെയ്യുക. ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക, മാജിക് റിങ് ഇടുക, എന്നിട്ട് അതിൽ യാണ് ഹോൾഡ് ചെയ്തെടുക്കുക. യാണ് ഹോൾഡ് ചെയ്തെടുത്ത് 3 ചെയിൻസ് ഇടുക. 3 ചെയിൻസ് ഇട്ടിട്ട് 2 DC ചെയ്തിട്ട് 2 ചെയിൻ 1 2 3. ഇനി 2 DC കൂടെ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ ഇടുക. ഫസ്റ്റ് DC ചെയ്തു, സെക്കൻഡ് DC ചെയ്യുക, 2 ചെയിൻ, എന്നിട്ട് 2 ചെയിൻ ഇടുക. ആദ്യം 2 എണ്ണത്തിലൂടെ എടുക്കുക, പിന്നെ 2 എണ്ണത്തിലൂടെ എടുക്കുക. ഇനി 2 ചെയിൻസ് ഇട്ടിട്ട് അതേപോലെ 3 DC ചെയ്യുക. സെയിം റിങ് തന്നെ നമ്മൾ അങ്ങനെ 4 സെറ്റ് 3 DC ചെയ്യുക. ഓരോ 3 DC കഴിഞ്ഞാൽ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാലും 2 ചെയിൻസ് വീതിടുക. സെക്കൻഡ് DC, തേർഡ് DC, ചെയിൻ 1, ചെയിൻ 2. അങ്ങനെ നമ്മൾ 4 സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ റിങ് ടൈറ്റൻ ചെയ്തെടുക്കുക. മൂന്നാമത്തെ ചെയ്യാണ്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് 2, സെക്കൻഡ് 2, 2 ചെയിൻ. പിന്നെ വീണ്ടും നമ്മൾ ഒരു സെറ്റും കൂടെ 3 ഡബിൾ ക്രോഷ്യേസും കൂടെ ചെയ്യുക. ഫസ്റ്റ് DC, സെക്കൻഡ് 1, തേർഡ് 1, 3 ചെയ്തു. 2 DC ഇട്ട് നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് അത് ജോയിൻ ചെയ്യുക. ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ 4 സെറ്റ് ഓഫ് 3 DC ചെയ്തു. അത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മളിതാ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 2 സ്ലിപ്പ് ഇട്ടിട്ട് ആ ചെയിൻ സ്പേസിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകണം. ഫസ്റ്റ് 3 ചെയിൻസ് ഇട്ടു, ഫസ്റ്റ് DC, സെക്കൻഡ് DC. അങ്ങനെ ടോട്ടൽ ആ 3 ചെയിനെ നമ്മളൊരു DC ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ 3 DC, 2 ചെയിൻ. അതേ സ്പേസിൽ തന്നെ നമ്മൾ 3 DCയും കൂടെ ചെയ്തെടുക്കുക. 1 2 3. അങ്ങനെ നമ്മൾ 3 DCയും കൂടെ ചെയ്തു. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. ഇനി നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. 3 DC, 2 ചെയിൻ, 3 DC, 1 ചെയിൻ, പിന്നെ അടുത്ത സ്പേസിൽ. അങ്ങനെ ഓരോ ചെയിൻ സ്പേസിലും നമ്മൾ ടോട്ടൽ 6 DC ഉണ്ടാവും. 3 DC, 2 ചെയിൻ, 3 DC. അങ്ങനെ 3 ചെയ്തു, 2 ചെയിൻ ഇട്ടു. ഇനി അടുത്ത 3. അങ്ങനെ 4 ചെയിൻ സ്പേസിലും നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ മൂന്നാമത്തെ DCയും ചെയ്തു. ഇനി ചെയിൻ 1 ഇടുക. ഇനി അടുത്ത സ്പേസിൽ സെയിം ഇതേപോലെ തന്നെ അടുത്ത 2 സ്പേസിലും 3 DC, 1 2 3. ചെയിൻ 2, 1 ഫസ്റ്റ് DC, സെക്കൻഡ് DC, തേർഡ് DC. അങ്ങനെ നമ്മൾ അടുത്ത സ്പേസിലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെ അടുത്ത സ്പേസിൽ ചെയ്യാണ് 3 DC. ഇനി ഫസ്റ്റ് DC ചെയ്തു, സെക്കൻഡ് DC ചെയ്യാണ്. ഇനി ഒന്നുകൂടെ 3, 2 ചെയിൻ. ഇനി ഒരു 3 DCയും കൂടെ ചെയ്തെടുക്കുക. 1 2 3. അങ്ങനെ നമ്മൾ 3 DCയും ചെയ്തെടുത്തു. ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ ആ മൂന്നാമത്തെ ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെ ചെറിയ ഗ്രാനി സ്ക്വയർ റെഡിയായി.
ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു മൾട്ടി കളർ യാണാണ് ഇതിൻ്റെ അടുത്ത റൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. അത് ഞാൻ ജോയിൻ ചെയ്തു. ഇനി ആ ചെയിൻ സ്പേസിൽ സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ചെയിൻ സ്പേസിൽ ജോയിൻ ചെയ്തിട്ട് 3 ചെയിൻസ് ചെയ്യുക. സെയിം ഇതേപോലെ ആ കോർണർ സ്പേസിൽ നമ്മൾ 3DC 2 ചെയിൻ 3DC ചെയ്യുക. പിന്നെ വരുന്ന ആ 1 ചെയിനിൻ്റെ സ്പേസിൽ നമ്മൾ 3DC മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് 3DC കഴിഞ്ഞു. ഒരു ചെയിൻ ഇട്ടു, ഒരു ചെയിൻ കൂടെ 2 ചെയിൻസ് ഇട്ടു. അതേ സ്പേസിൽ തന്നെ നമ്മൾ അടുത്ത 3DC കൂടെ ചെയ്യാം. 1 2 3. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അടുത്ത 1 ചെയിൻ്റെ സ്പേസിൽ നമ്മൾ 3DC ചെയ്യുക. 1 2 3. അങ്ങനെ 3DC ചെയ്തു. ഇനി ചെയിൻ 1. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 6DC 3DC 2 ചെയിൻ 3DC തന്നെ ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. 3 2 ചെയിൻ 1 2 3. അങ്ങനെ നമ്മൾ 3DC ആ സ്പേസിൽ ചെയ്തു. ഇനിയൊരു ചെയിൻ ഇടുക. നെക്സ്റ്റ് സ്പേസിൽ 3DC ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ 3rd ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. ഇതുപോലത്തെ കുറേ ചെറിയ സ്ക്വയറുകൾ നമ്മൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതാ കുറച്ചെണ്ണം ചെയ്തു. എന്നിട്ട് അത് നമ്മൾ വയലറ്റ് കളർ പർപ്പിൾ യാണ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിട്ട് ബിഗ് സ്ക്വയർ ആക്കാൻ പോണത്. ഈ ചെറിയ ചെറിയ ഓരോ സ്ക്വയറിനെയും നമ്മൾ ഈ പേർപ്പിൾ യാണ് വെച്ചിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മളത് ബിഗ് സ്ക്വയറായിട്ട് മാറ്റും. അങ്ങനെ നമ്മൾ വയലറ്റ് യാണ് ജോയിൻ ചെയ്ത് സ്ലിപ്പ് ഇട്ടെടുത്തു. ആ സ്പേസിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ കോർണറിലൊക്കെ നമ്മൾ 6DC, നെക്സ്റ്റ് വരുന്ന ഒരു ചെയിൻ വരുന്ന സ്പേസിലൊക്കെ 3DC വെച്ചിട്ട് ചെയ്യാം. 2nd DC, 3rd DC, 1 2 chains, 3DC, 2 3. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. ഇനി 1 ചെയിൻ ഇട്ട് നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ചെയിൻ 1. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ ഇനി ബാക്കിയുള്ള സ്പേസിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുക. അത് ഞാനിവിടെ ചെയ്തെടുത്തത്. ഇനി അടുത്ത കളറ് നമ്മൾ അടുത്ത സ്ക്വയർ ഇതിനോട് ജോയിൻ ചെയ്യാൻ പോകാം. നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. 2 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ ആ 6 ഡബിൾ ക്രോഷ്യ വരുന്ന സെൻറ്ററിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ 1. എന്നിട്ട് നമ്മൾ ആ കാണുന്ന ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് എടുക്കുക. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ 1 2
3 ചെയിൻ 1 SC ചെയ്യുക. ഫസ്റ്റ് ആ വയലറ്റിൻ്റെ ചെയിൻ സ്പേസിൽ ഫസ്റ്റ് ചെയ്ത സ്ക്വയറിലെ സ്പേസ് ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. 2 3 ചെയിൻ 1 SC. ഇനി അടുത്ത ഇത് നമ്മൾ കോർണർ സ്പേസ് ആണ്. അതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 2 ഇട്ടിട്ട് നമ്മൾ ആ ചെയിൻ 2 സ്പേസിൽ SC ചെയ്തിട്ട് വീണ്ടും ആ സെയിം സ്പേസിൽ 3 ചെയിനും കൂടെ 3 ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. 1 2 3 ചെയിൻ 1. ഇനി ബാക്കി സ്പേസിലൊക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. കോർണറിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ ചെറിയ സ്ക്വയർസും ജോയിൻ ചെയ്ത് നമ്മൾ 4 എണ്ണമുള്ള ഒരു പെയറാക്കി എടുക്കുക. അങ്ങനെ 2 സെറ്റ് ചെയ്തെടുക്കുക. ഒന്നിതാ, ഇനി ഒന്നും കൂടെ ചെയ്യുക. അങ്ങനെ 2 സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ 2 റൗണ്ടും കൂടെ പർപ്പിൾ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത്ര റോസ് കൂട്ടാം. ഇനി വേറെ കളേഴ്സൊന്നും നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം കളർ തന്നെ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ചെയ്യാവുന്നതാണ്. എങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ സൈസ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പർപ്പിൾ വെച്ചിട്ട് 2-3 റൗണ്ട് കൂടെ ചെയ്തെടുക്കാം. നമ്മൾ ആ കോർണർ സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ 1 ചെയിൻ്റെ സ്പേസിലും നമ്മൾ 3 DC ചെയിൻ 1 ചെയിനാണ് ചെയ്യുക. നമ്മൾ ആ ജോയിൻ ചെയ്ത ആ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, 4 സ്ക്വയറും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ആ കോർണറുകളിൽ മാത്രമേ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. മറ്റ് സ്പേസുകളിലൊക്കെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 പീസിലും നമുക്ക് വേണ്ടത്ര സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട റൗണ്ട്സ് ഈ പർപ്പിൾ കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 റൗണ്ടാണ് ചെയ്യണത്. അപ്പം നമ്മൾ ചെയ്യാണ് 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ആണ്. ആ കോർണർ സ്പേസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യണത്. ബാക്കി വരുന്ന സ്പേസുകളിലൊക്കെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ സ്പേസുകളിലൊക്കെ ചെയ്തു. ഇനി നമ്മൾ ആ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്തൊരു സ്പേസ് ഇല്ലേ, അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ ചെയ്യുക. നെക്സ്റ്റ് ആ കോർണർ വരുന്ന ആ സ്പേസിലും നമ്മൾ സെയിം അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ തന്നെ ചെയ്തെടുക്കുക. അത് നെക്സ്റ്റ് സ്പേസിലും നമ്മൾ ആ 2 കോർണർ ജോയിൻ ചെയ്തതാണ് നമ്മൾ. അപ്പോൾ അവിടെയും നമ്മൾ ഹോളായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് 3 ഡബിൾ ക്രോഷ്യ തന്നെ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 1 ചെയിൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ? അപ്പം അതേപോലെ തന്നെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പർപ്പിൾ വെച്ചിട്ട് എക്സ്ട്രാ ഒരു 3 റൗണ്ടും കൂടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ മൾട്ടി കളർ വൈറ്റ് ആയിരുന്നു ആദ്യം വിചാരിച്ചത്. ഇനി ഞാൻ മാറ്റി വൈറ്റ് കളർ കൊണ്ടാട്ടോ ചെയ്തത്. വൈറ്റ് കളർ കൊണ്ട് നമ്മൾ ഇത് രണ്ടിനെയും ജോയിൻറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ സെയിം
3 ഡബിൾ കോർണറിലൊക്കെ 6 ഡബിൾ ക്രോഷ്യ, മറ്റ് സ്പേസിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യും. എന്നിട്ട് അത് എസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ വൈറ്റ് യാണുകൊണ്ട് 2 റൗണ്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു റൗണ്ട് 2 ചെയ്യുക. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് മറ്റേ സ്ക്വയറിൽ ഒരു റൗണ്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതിനെ ജോയിൻ ചെയ്യാനാണ് പോണത്. അപ്പം ഫസ്റ്റ് അത് ചെയ്യാണ്. ഫസ്റ്റ് സ്ക്വയറിൽ വൈറ്റ് ചെയ്യാണ്ട് 2 റൗണ്ട്സ് കൊടുക്കുക. നമ്മൾ 2 ചെയ്തെടുത്തു. അതാ ഒന്നിൽ 2 റൗണ്ട്സ് ചെയ്തു, മറ്റേൽ നമ്മൾ വൈറ്റ് ചെയ്യാണ്ട് ഒരു റൗണ്ട് ചെയ്തു. ഇനി അടുത്ത റൗണ്ട് പകുതി ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. വൈറ്റ് ചെയ്യാണ്ട് സെക്കൻഡ് റൗണ്ട് ആ സെക്കൻഡ് പോർഷനിൽ ചെയ്യണം. എന്നിട്ട് നമ്മളത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഫുള്ള് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ പില്ലോ കവറിൻ്റെ ഫൈനൽ പാർട്ട് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ലൈനിൽ നമ്മളത് ജോയിൻ ചെയ്തിട്ട് ചെയ്ത് വരികയാണ്. ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് റൗണ്ട് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യണത്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ആ സ്ക്വയർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് അതിന് ഒരു ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 7 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഓരോ സ്പേസിലും ചെയ്തിട്ട് അതിനൊരു ഫ്രില്ല് പോലെ ആക്കിയെടുക്കുകയാണ്. പിന്നെ ത്രെഡ് വെച്ചിട്ടാണ് ടൈറ്റൻ ചെയ്യുന്ന, ബട്ടണല്ല ത്രെഡാണ് ഇതിൻ്റെ കൂടെ നൂലുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ 2 കയറിട്ടിട്ടാണ് കെട്ടണത്. അങ്ങനെ അത് ഓരോ സ്ക്വയറും ഓരോ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് എസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്പേസും ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ സ്ക്വയർ രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തു. കണ്ടോ? അങ്ങനെ നമ്മൾ പില്ലോ കറക്റ്റായിട്ട് നമ്മൾ അതിലിട്ട് നോക്കിയപ്പോൾ റെഡിയാണ്. ഇനി നമുക്കൊരു ബോർഡറായിട്ട് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ കൊടുക്കാൻ ഒരു പാറ്റേൺ യൂസ് ചെയ്യുകയാണ്. സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യണത്. അവിടെ എസ് ചെയ്തു. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്പേസിൽ എസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഫുൾ പില്ലോൻ്റെ എല്ലാ 4 സൈഡിലും ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലും നമ്മളത് ചെയ്തെടുത്തതാണ്. നമ്മളെ പില്ലോ കവർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.